ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. ഗൈസ്, എനിക്ക് നേരത്തെ ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലും കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, എൻ്റെ അക്കൗണ്ട് പോയി. അക്കൗണ്ട് വന്നാൽ എൻ്റെ മെയിൽ കയ്യിൽ നിന്ന് പോയായിരുന്നു. എൻ്റെ പഴയ ഫോൺ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ മെയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് എനിക്കിപ്പോൾ ആ പഴയ ചാനലില്ല. ചാനൽ ഒരുപാട് ഞാൻ എടുക്കാൻ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി എനിക്ക് ഇപ്പോൾ ഇതാണ് എൻ്റെ വീട്. എല്ലാവരും കണ്ടില്ലെന്ന് പറയുന്നത് ഇതാണ് എൻ്റെ വീട്. അപ്പോൾ സംഭവം വേറൊന്നുമില്ല. ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഒന്ന് ഇടുമ്പോൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എൻ്റെ വീട്ടിൽ ഇച്ചിരി പണിയുണ്ട്. വീട്ടിൽ പണിയെന്ന് വെച്ചാൽ പറഞ്ഞില്ല, കിണറ്റിൻ്റെ ഇച്ചിരി പണിയുണ്ട് കേട്ടോ. എൻ്റെ കിണറ്റിട്ട് ഇത് കണ്ടോ, ഈ കാടും പോച്ചയും ഇതൊക്കെ ഒന്ന് പറിക്കണം. അപ്പോൾ അതൊക്കെയാണ് പണി. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കണം. അങ്ങനെ എനിക്ക് അതിൻ്റെ കൂടെ വേറൊന്നുമില്ല, എൻ്റെ അച്ഛൻ നല്ല നീണ്ടൊരു യാത്ര പോയി. അപ്പോൾ കാണിച്ചു തരാം സംഭവം. എൻ്റെ യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട ഞാൻ അല്ലോട്ടൊന്ന് പോകണം. ഇവിടെയാണ് എൻ്റെ അച്ഛൻ ഉറങ്ങുന്നത്. കണ്ടോ, എൻ്റെ അച്ഛൻ ഇവിടെയാണ് ഉറങ്ങുന്നത്. ഇതാണ് സംഭവം. ഇല്ല വേറൊന്നുമല്ല. അമ്മ ജോലിക്ക് പോയി. പോണം. ഇതാണ് സംഭവം. അപ്പോൾ ഒരുപാട് ലാഭം എടുത്തില്ല നമുക്കറിയാം. അപ്പോൾ ഗായ്സ്, ഒരു ഡൗട്ട്. സംഭവം ആദ്യം നമ്മുടെ കിണറ്റിലെ പണി ചെയ്യണോ അതോ വണ്ടി കഴുകാൻ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഏതൊന്നും ഉറപ്പിക്കണം. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് തോന്നുന്നത്, നമ്മുടെ ഫ്രണ്ട് തോന്നുന്നു. അപ്പോൾ ഗൈസ്, കാര്യം തീരുമാനിച്ചിട്ട് വേറെ ഒന്നുമില്ല. ഫസ്റ്റ് നമുക്ക് കണ്ട് ഈ കിണറ്റിലെ ഈ കാടും പോച്ചയൊക്കെ അങ്ങ് പറിക്കാം. ഇന്ന് വേറെ ഒന്നുമില്ല. ഇല്ല പിന്നെ അത് പിന്നെ ഒരു മെനക്കേടാവും. എന്താ പറയുക, ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഇതാണെങ്കിൽ കിണറ്റിൻ്റെ അത് നല്ല തണലുക. അപ്പോൾ ആദ്യം എന്നാൽ പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എന്തോ പറയണം, കയറിട്ടൊന്നും കണ്ടാൽ മനസ്സിലാക്കൂടെ. ഇത് വേണേ കയറിട്ടെന്ന് കിട്ടുന്നേ ഉള്ളൂ. അമ്മ ഇവിടെ കിട്ടിയിട്ട് വേറെ എന്തൊരു തേപ്പടി ലച്ചെന്തോ സൂര്യ. നമ്മുടെ ചെറുക്കനും വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പയ്യെന്നുള്ള വീട്ടിലുണ്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ വീട്ടിലെ പയ്യനുണ്ട്. നമ്മുടെ ഒരു ചേട്ടച്ചാറുടെ മോനെ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയല്ലേ, സ്കൂളിലൊന്നും പോകണ്ട. നമ്മളിങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും. ചെറുക്കന്മാരെല്ലാം നമ്മളോട് എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. വേറെ ഒന്നുമില്ല, സിമ്പിൾ കൊടുക്കാം. ഇപ്പോൾ കാണിച്ചാൽ ഇങ്ങോട്ട് എടുക്കുക. ബക്കറ്റ് കെട്ടാൻ വേണ്ടി ബക്കറ്റ് കെട്ടി പോച്ചാൻ വരി ഇതിനകത്ത് കെട്ടി ഇറക്കുക. ഇല്ല പിന്നെ എല്ലാം കൂടെ കൊണ്ട് നിൽക്കുക. എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. എന്നാലേ ഞാൻ ഒറ്റ കയ്യിലാണ് നിൽക്കുന്നത്. ഒരു കൈ കയറിൽ ഒരു കൈ പോച്ചയിൽ. ഒരു മനുഷ്യൻ 4 കൈയൊക്കെ വേണം. ഒരു സത്യം പറഞ്ഞു സെപ്പറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കൈക്ക് നീളം കിട്ടുന്ന കൈയായിരിക്കണം. അതെനിക്ക് കുറച്ചുകൂടെ എടുക്കും. എന്താ പറയുമ്പോൾ നമ്മൾ വെള്ളം എടുക്കണമെങ്കിൽ എത്തിപ്പിടിക്കാം. ആലപ്പാട് അരയിച്ച് നീളമുണ്ട്, കിടന്ന് എത്തുക. ആഹാ ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ കയറും കിട്ടിയിട്ടുണ്ടൊരു ബലത്തിന് ഇവിടെ നിൽക്കുക. നമ്മൾ ഈ പോച്ച മൊത്തം പറിക്കണം. ഇതാണ് സംഭവം. ഇത് മൊത്തം പറിച്ച് ഇനി എന്തോ ചെയ്യേണ്ടത് എനിക്ക് പിടിപ്പില്ല. ബക്കറ്റ് കെട്ടി ഇറങ്ങണം. കയറിന്റെ കൊടുത്തല്ലേ നിൽക്കുന്നേ. ഇല്ല എല്ലാവരും കൊണ്ട് ഞാൻ നേരെ താഴെ പോകും. കാണുന്നതൊക്കെയല്ല, നമ്മുടെ പയ്യന്മാരും മണ്ട കിട്ടുന്നുണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നൂൽപ്പാലത്തിൽ കളിക്കുന്നതൊക്കെ എന്താ പറയാന് വേണ്ട. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. കഴിഞ്ഞ് സംഭവം പറഞ്ഞാല് വെള്ളത്തിൽ മൊത്തം പൊടിയാ. സൂര്യ
എടാ താൻ വീട്ടിൽ പോയി എടുത്തോളാം പറയണ്ടോ ഇത്ര നമ്മളിപ്പോ ഇറക്കില്ല ജസ്റ്റ് കാട് പറയും ഇപ്പൊ ഇറക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ ചൂടിൽ നമുക്ക് അടിച്ച് വൃത്തിയാക്കാൻ പറ്റും ഇത് നമ്മളിപ്പോ കണ്ടിന്യൂ ചുറ്റുന്ന കാട് നമുക്ക് കുറച്ചേ ഉള്ളത് അത് ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ഉണ്ട് ഈ 15 തോന്നുന്നത് കിണറിന്റെ അവസ്ഥ ആണെന്ന് മനസ്സിലായി ഗൈസ്. അപ്പോൾ ഉണ്ട് നമ്മുടെ കിണർ നമ്മുടെ 2 കാണിക്കാർ വന്നിട്ടുണ്ട്. ഒന്ന് ലച്ചു ഒന്ന് അവന്തിക. അത് ഏതോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്തോ ഒന്നും കാണത്തില്ല. സത്യമായിട്ട് ഞാൻ ഫോൺ കൊണ്ടുവരുന്നത് എന്തോ ഭാഗ്യം പറയും. അതിൻ്റെ അകത്തോ എന്നെ കാണത്തില്ല, കിണറ്റിൽ വെള്ളമോ കാണത്തില്ല, ഒന്നും കാണാത്ത പറ്റാത്ത അവസ്ഥ. അതിനകത്ത് കുറച്ച് നാളൊന്നുമില്ല. നേരത്തെ ഇതിനകത്ത് കിടന്ന പാലത്തിൻ്റെ കമ്പും പിന്നെ അതുകൂടാതെ തൊട്ടി കിടപ്പുണ്ട്. അതൊക്കെ എടുക്കണമെങ്കിൽ ഇനി കുറച്ച് റിസ്ക്കാണ്. ഇനി ഇറക്കുമ്പോഴേ അതൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കിണർ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആറ്റിലോട്ട് പോവാം. കിണറ്റിന് കുറച്ച് പോച്ച ഇത്ര പിന്നെ അവിടെ കുറച്ച് വെള്ളവും. നീ സംഭവം ജസ്റ്റ് എൻ്റെ കൈയൊന്ന് കഴുകുക. കയ്യെന്ന് പറഞ്ഞത് കാര്യം കഴിയല്ലേ. കരുതി കഴിയും ആറ്റി പോകണല്ലേ. ബക്കറ്റൊന്നും കഴിയും. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ട് ആറ്റിലെത്തിയിട്ടുണ്ട്. അങ്ങനെയുണ്ട് നമ്മുടെ ആറ്. ഇതാണ് നമ്മുടെ ആറ്. അയ്യാ നല്ല തണുപ്പ് വെള്ളത്തിന്. നമ്മുടെ കുറേ പയ്യന്മാരൊക്കെ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ആറ്റിലെത്തിയിട്ടുണ്ടോ. നമ്മുടെ ചെറുക്കുന്നുണ്ടോ നമ്മുടെ സൂര്യ കണ്ടുകൊണ്ട്. അപ്പോൾ നിക്കറിട്ട് ആദ്യമേ വന്നേ ചാടാൻ. വണ്ടി കഴിയിട്ട് ചാടത്തേ ഉള്ളൂ മോനെ നീ. അപ്പോൾ വേണ്ടേ ഇതാണ് ഞങ്ങളുടെ ആറ്. ഇങ്ങനെയുണ്ട് നൈസല്ലേ ആറ്. ഷാമ്പു മേക്ക് ചെയ്യുന്നു നമ്മുടെ ബിജോയ്. ഷാമ്പു വാങ്ങിക്കാൻ പറഞ്ഞാൽ ഷാമ്പു വാങ്ങിച്ചില്ലേ. അതായത് സോപ്പ് വെള്ളത്തിനകത്തിട്ട് കലക്ക് നിർത്തിയിട്ടോ. ഷാമ്പു മേക്കിംഗ് ആണെന്ന് വരും എന്നിട്ട്. വേണ്ട ഇനി നമ്മൾ കണ്ട വണ്ടി ഒന്ന് കഴുകണം. അയ്യമാ കണ്ട ഇങ്ങനത്തെ ഷാമ്പു അവിടെ കിട്ടും. നോക്ക് പതപ്പിക്കുന്നുണ്ടാ. പതയോട് പതയാ. അതെ ഇനി വണ്ടി ഒന്ന് കഴുകണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കുളിക്കണം. വേണ്ടേ കണ്ടോ എന്താ നമ്മുടെ ആറ്. നമ്മുടെ ഷാറുഖ് ഖാൻ തോന്നിക്കുന്നു. ജിംനാസ്റ്റിക്കാന്ന് വരും. ഓക്കെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ കഴിവെല്ലാം സെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഒരു നിങ്ങൾ കാണിക്കുന്നുണ്ടോ വെള്ളത്തിറങ്ങി തുണി കഴുകാൻ പോയതുകൊണ്ട് നിക്കർ കമ്പിനകത്ത് കുത്തി കിടന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. നമ്മളൊരു ചെറിയൊരു കുളിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ കുളിയും കാര്യങ്ങളൊക്കെ നടത്തി. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. ചെറുക്കാൻ തന്നെ വണ്ടി എടുത്ത് എവിടെ പോകുന്ന അറിയത്തില്ല. വണ്ടി എടുത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. വെയിലാണ് കേട്ടോ. വെയിലായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമ്മളാണ് ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി. ചെറിയ കുളിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കി ഞങ്ങൾ ഉണ്ടാക്കി പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ബസ് ചെറുക്കാൻ തന്നെ വണ്ടി കൊണ്ടുവച്ചിട്ട് കാണുന്ന തരത്തിൽ കൊണ്ട് അങ്ങ് ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആറ്റിലോട്ട് ഇറങ്ങിയിരുന്ന വഴി ഇതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ പറഞ്ഞ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്ക് എല്ലാവർക്കും ഇരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ എല്ലാവരും കാണാം. ചെറുക്കാൻ